നമസ്കാരം. ലൈഫ് സ്കിൽ ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന കോഴ്സിന്റെ ഇവാലുവേഷൻ ഏത് തരത്തിലാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുക. ഈ കോഴ്സ് നമുക്കറിയുന്ന പോലെ പാസ് ഫെയിൽ കോഴ്സാണ്. അതായത് ഗ്രേഡ് പോയിന്റ് ആവറേജിലേക്ക് ഇത് കൺസിഡർ ചെയ്യുന്നില്ല. യൂണിവേഴ്സിറ്റി അങ്ങനെ വെച്ചിരിക്കുന്നതിന്റെ അർത്ഥം തന്നെ ഇത് ആ തരത്തിൽ ഗ്രേഡ് ചെയ്യേണ്ട ഒരു കോഴ്സ് അല്ല എന്നുള്ളതുകൊണ്ട്. കാരണം മറ്റു പല കോഴ്സിനും നമ്മൾ ഗ്രേഡ് വെക്കുന്നത് ആ പർട്ടിക്കുലർ കോഴ്സിൽ ഓരോരുത്തർക്ക് എത്രത്തോളം പ്രാവീണ്യമുണ്ട്, എത്ര മാസ്റ്ററി അതിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ ഗ്രേഡ് ചെയ്യുവാണല്ലോ ചെയ്യുന്നത്. ആ ഗ്രേഡാണ് CGPAയിലേക്ക് മാറുന്നത്. പക്ഷെ ലൈഫ് സ്കില്ലിനെ സംബന്ധിച്ച് എല്ലാ കുട്ടികളും ലൈഫ് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ആ പ്രോസസ്സ് ആരംഭിക്കുകയും സെൽഫ് റെഗുലേറ്റഡ് ലൈഫ് ലോങ് ലേണിംഗ് കണ്ടിന്യൂ ചെയ്യുകയും വേണം. ഇതിന് സമാനമായ ഒരു കാര്യം, നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ നമ്മളെ ഡ്രൈവിംഗ് സ്കൂളിൽ വരുന്ന ആൾക്കാരെ ഗ്രേഡ് ചെയ്ത് ഒരാൾക്ക് A+ഉം ഒരാൾക്ക് A- അങ്ങനെ ഒരു ഗ്രേഡിംഗ് ഒന്നും എല്ലാ ദിവസവും ഓരോ ആക്ടിവിറ്റി കഴിയുമ്പോഴും അവസാനമോ നടക്കുന്നത്. പാസ് ഫെയിലാണ്. ലൈസൻസ് കിട്ടൂല, പാസ് ഫെയിലാണ്. ലൈഫ് സ്കിൽ ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സിന്റെ കോഴ്സ് ഒബ്ജക്റ്റീവ്സ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിലൂടെ സെൽഫ് അവയർനെസ്, പേഴ്സണൽ ഗ്രോത്ത്, കമ്മ്യൂണിക്കേഷൻ എല്ലാത്തിലും നമ്മൾ എഴുതുകയും അവർ പ്രസൻറ്റ് ചെയ്യുകയും അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ കണക്ഷൻ, ഗ്രൂപ്പ് വർക്ക് വരുന്നതുകൊണ്ട് ഇന്റർപേഴ്സണൽ കണക്ഷൻ വരുന്നുണ്ട്, സ്കിൽസ് വരുന്നുണ്ട്, ഇഫക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ട് ഗ്രൂപ്പും ടീമുമായിട്ട്, സെൽഫ് റിഫ്ലക്ഷൻ എഴുതുന്നതിലൂടെയൊക്കെ ക്രിട്ടിക്കൽ തിങ്കിങ് വരുന്നുണ്ട്, പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ട്, ഡെസിഷൻ മേക്കിങ്ങിൻ്റെ ആക്ടിവിറ്റി ഉണ്ട്, ഗോൾ സെറ്റിംഗ് ഉണ്ട്, ഗ്രൂപ്പുകളിൽ വർക്ക് ചെയ്യുകയും എംപതി റിലേറ്റഡ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുകയും വർക്കിംഗ് പ്രൊഫഷണൽസിനെ കാണുകയും ഇൻറ്ററാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നതും അതിൻ്റെ പ്രാധാന്യവും അവർ മനസ്സിലാക്കുന്നുണ്ട്. അടുത്ത പല എക്സസൈസ് നോക്കിയാൽ ഈ റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ഇതെല്ലാം കോംപ്രിഹെൻഡിങ്, റിപ്പോർട്ട് റൈറ്റിംഗ് വരുന്നുണ്ട്, ടെക്നിക്കലായിട്ടുള്ള ടോക്ക് കേൾക്കാനായിട്ട് പറയുന്നുണ്ട്, അത് ബേസ് ചെയ്ത് റിപ്പോർട്ട് റൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇതിലൂടെ ആ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളാണ് ആ ആക്ടിവിറ്റീസിലൂടെയുള്ളത്. പിന്നെ പ്രൊഫൈൽ ബിൽഡിങ് ആക്ടിവിറ്റീസിന് ഓഫ് കോഴ്സ് മാർക്ക് ഇട്ടിട്ടുണ്ട്. ആ മാർക്ക് എന്ന് പറയുന്നത് ഓരോ ആക്ടിവിറ്റിക്കും വേണ്ടി വരുന്ന സമയത്തിൻ്റെയും എഫേർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ ഇട്ടിരിക്കുന്ന മാർക്സാണ്. അപ്പോൾ ചിലതിൽ 2 മാർക്സ് ഉണ്ടാവാം, 4 മാർക്കുണ്ട്. നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്ത് ഒരാൾക്ക് 4 മാർക്കും ഒരാൾക്ക് 3 മാർക്കും ഒരാൾക്ക് 2 ഒരാൾക്ക് 0 അങ്ങനെ ഇടരുത്. ചെയ്യുന്ന എല്ലാവർക്കും അവരവരുടെ എക്സ്പോഷറും അവരവരുടെ പർട്ടിക്കുലർ ആയിട്ടുള്ള കഴിവും അനുസരിച്ചായിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷെ അവർ അത് ചെയ്യിക്കുക അവരുടെ ഏറ്റവും മാക്സിമം നന്നായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവരുടെ മാക്സിമം പെർഫോം ടു ദെയർ ബെസ്റ്റ്. അങ്ങനെ ഓരോരുത്തരും പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ അതിന് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ആ മാർക്ക് അവാർഡ് ചെയ്യണം. എല്ലാവർക്കും 100 മാർക്ക് തന്നെ കിട്ടണം. കാരണം നമ്മൾ എല്ലാ ആക്ടിവിറ്റിയും ചെയ്യിക്കുമല്ലോ. എല്ലാ ആക്ടിവിറ്റിയും എല്ലാവരും ചെയ്തു എന്ന് നമ്മൾ ആസ് ടീച്ചേഴ്സ് നമ്മൾ ഉറപ്പ് വരുത്തണം. ചെയ്യാനുള്ള സപ്പോർട്ട് കൊടുക്കുക, അത് ചെയ്യുമെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. താങ്ക് യു. ഹാപ്പി ലൈഫ് സ്കില്ലിംഗ്.